തനിക്കെതിരായ പീഡന കേസ് വ്യാജമെന്ന് ചൂണ്ടിക്കാണിച്ച് സംവിധായകൻ രഞ്ജിത്ത് നടത്തുന്ന നിയമ പോരാട്ടത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുള്ള കർണാടക ഹൈക്കോടതിയുടെ നടപടി. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തെറ്റാണെന്ന് നിരീക്ഷിച്ചായിരുന്നു കേസിലെ തുടർ നടപടികൾ കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. പരാതി നൽകാൻ 12 വർഷം വൈകിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചു. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ രഞ്ജിത്ത് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യുവാവിന്റെ പരാതിയിലെ ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതായി സ്റ്റേ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇക്കാര്യം കോടതി വിശദീകരിക്കുന്നത് ഇങ്ങനെ: 2012 ബംഗളൂരുവിലെ നക്ഷത്ര ഹോട്ടലായ ടാജിലെ മുറിയിൽ വെച്ച് രഞ്ജിത്ത് മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി. ഹോട്ടലിലെ 4ാം നിലയിലെ മുറിയിൽ വെച്ചാണ് സംഭവമെന്നും യുവാവിൻ്റെ മൊഴിയിലുണ്ട്. എന്നാൽ സംഭവം നടന്നതായി പറയപ്പെടുന്ന 2012 അങ്ങനെ ഒരു ഹോട്ടൽ അവിടെയില്ല. പരാതിയിൽ പറയുന്ന ഹോട്ടൽ ടാജ് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയത് 2016 അതിനാൽ പരാതിക്കാരൻ്റെ ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ തെറ്റാണെന്നും കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷം 2024 യുവാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എന്തുകൊണ്ട് പരാതി നൽകാൻ ഇത്രയും വൈകിയെന്ന ചോദ്യത്തിന് വ്യക്തമായ വിശദീകരണം നൽകാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിയിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിരീക്ഷണത്തോടെയുള്ള കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് രഞ്ജിത്തിന്റെ നിയമപോരാട്ടത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രഞ്ജിത്തിന്റെ ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കോടതി കേസ് അടുത്ത മാസം 17 മാറ്റിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.